എന്താണ് ഇപ്പോൾ പറയേണ്ടത്? ഇവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എന്തോ ഭയങ്കര ഒറ്റപ്പെടലും ലോൺലിനെസ്സും. ആരോടും മിണ്ടാനുമില്ല, പറയാനുമില്ല. ഇങ്ങനെ ക്യാബിൽ ഇങ്ങനെ ഇരിക്കും കുറേ സമയം. ഇടയ്ക്ക് പുറത്തെല്ലാം പോകും, പിന്നെ ഇവിടെ വന്ന് പിന്നെയും ഇവിടെ ഇരിക്കുന്നു. എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഇവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര സീനാണെന്ന് തോന്നുന്നു. മുടിയും ഇങ്ങനെ പുരുകത്തിനൊക്കെ ഇങ്ങനെ പറിക്കുമ്പോൾ തന്നെ കയ്യിൽ വരുമോ. ഒരാഴ്ചയായുള്ളൂ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ട്. എന്നിട്ട് ഇപ്പം ഞാൻ തല കഴുകാറില്ല, ജസ്റ്റ് മുഖം ഒന്ന് കഴുകും. അതുകൊണ്ടാണ് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് പുരുകൊന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ? പിന്നെന്താ, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവരുടെ ക്ലിക്സ് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല. രാവിലെ വരുന്നു, വൈകിട്ട് പോകുന്നു, പിന്നെ രാവിലെ വരുന്നു, വൈകിട്ട് പോകുന്നു. നത്തിങ് മോർ, നത്തിങ് ലെസ്. ഒരു വീട്ടിലെങ്ങനെ ഗോ വിത്ത് ദ ഫ്ലോ. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര എന്താണ് ആക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇന്ന് കുറേ ട്രേഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട് അങ്ങനത്തെയൊക്കെ നോക്കി. അതൊക്കെ പിന്നെ കുറച്ച് പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നോക്കാൻ നോക്കി. അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ മനസ്സിലാക്കി. പിന്നെ നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ മേ ബി അത് ഗുഡ്. പക്ഷെ ഞാനും സ്കിൽ എഡിറ്റിങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ നോക്കി. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമുക്കതിലൊരു എന്താണ് കണ്ടന്റ് വേണമല്ലോ. ഇവിടുന്ന് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടയ്ക്ക് എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റൊന്നുമില്ല. പിന്നെ സൈറ്റിൽ പോയിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കുക വെച്ചാൽ ഫോൺ പെട്ടെന്ന് ഹീറ്റാവും. അപ്പോൾ എന്താ അന്നേരം അതും പറ്റുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം അവിടെ തീർന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരം ബുക്ക് വായിക്കും. ഇൻസ്റ്റയൊക്കെ കളഞ്ഞോണ്ട് പിന്നെ അതിൽ സ്ക്രോൾ ചെയ്തിരിക്കലില്ല. ഞാൻ ഫേസ്ബുക്കും കൂടെ കളയാം, അതും കൂടെ കളഞ്ഞാൽ ഒന്നുമില്ല. അത് പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രോളൊക്കെ വായിക്കാം, എന്തെങ്കിലും സിനിമയുടെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കാണാനോ ഓർത്തിട്ടാണ് അത് നിർത്തിയിരിക്കുന്നത്. പക്ഷെ അത് ഇൻസ്റ്റയൊക്കെ അഡിക്റ്റ് ആയിട്ട് വരും എനിക്ക് തോന്നുന്നു. അതും കളഞ്ഞാൽ പിന്നെ ഈ ഫോണുമായിട്ട് പ്രത്യേകിച്ച് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല, അതവിടെ ഇരിക്കും. പിന്നെ എന്ത് ചെയ്യാം, ഇടയ്ക്ക് ഇങ്ങനെ സൈറ്റിൽ പോകുമ്പോൾ കുറച്ച് വർക്കിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കണം, അതുകൊണ്ട് അതൊക്കെ എടുക്കും. വേറെ അങ്ങനെ എന്താ, വേറെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനൊന്നുമില്ല. പിന്നെന്താണ്, ഡെയിലി ചപ്പാത്തി മടുത്ത്. പണ്ട് വീട്ടിലായിരുന്നപ്പോൾ വൈകിട്ട് ചപ്പാത്തി കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. എന്നിട്ട് ഒറ്റ പാക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് ചപ്പാത്തി മേടിച്ച് അതായിരുന്നു ആക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തടി കുറയ്ക്കണം, ഹീറ്റ് കുറയ്ക്കണം എന്നൊക്കെ ഓർത്തിട്ട്. ചോറൊന്നും കഴിക്കാൻ കൂടിയില്ല. വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വേസ്റ്റ് ആയി. ഇവിടെ വന്നിട്ട് ചപ്പാത്തി ഒന്നും മടുത്തു. ചോറിനൊന്നും ഇങ്ങനെ കൊതിയായിട്ടില്ല. ചോറും കുറച്ച് കറി. ഇവിടെ എല്ലാ കറിയും ഭയങ്കര ഓയിലിയാണ്. പിന്നെ എന്താ, ലൈക്ക് ചപ്പാത്തിയുടെ കൂടെ നമ്മുടെ നാട്ടിലിപ്പം ചോറിൻ്റെ കൂടെ പയർ തോരൻ, ക്യാബേജ് തോരൻ, വെണ്ടയ്ക്ക തോരൻ അങ്ങനത്തെയൊക്കെയാണല്ലോ. ഇവിടെ അതാണ് ചപ്പാത്തിയുടെ കൂടെ തോരൻ. എല്ലാം തോരൻ, ലേശം എണ്ണ കൂടുതലും ഒഴിക്കും, കുറേ ഭയങ്കര എരിവുമായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ. അതിനോട് മടുത്തു. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴും അതാകുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം എന്നിട്ട് പുറത്തു വിട്ട് ഫുഡ് എന്തെങ്കിലും നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും ചിക്കൻ്റെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് കഴിച്ചിട്ട് പൊന്നോ
എരിവും ഒരു വകയ്ക്ക് കൊള്ളൂല. എങ്ങനെയോ അത് കഴിച്ച് തീർത്തു. ഒന്നും പറയണ്ട. ഫുഡ് പിന്നെന്താ, പിന്നെ വെയിലും. അയ്യോ, നാട്ടിലിപ്പോൾ റെഡ് അലേർട്ട്, മഴ, എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുന്നു. ഇവിടെ റെഡ് അലേർട്ടും ഇല്ല, അലേർട്ടും ഇല്ല, ഒടുക്കത്തെ തീ വെയിൽ. വെയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം സമയം ഏകദേശം 6:30 ആകും. എന്നാലും പുറത്ത് അമ്മാതിരി വെയിലിൻ്റെ ഇതാണ്. 7 മണിയാകുമ്പോൾ തന്നെ വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ ചൂടിങ്ങനെ റോട്ട് ചെയ്തിട്ട് ഭയങ്കര ഹ്യൂമിഡിറ്റി അടിച്ച്. അയ്യോ, നമ്മളിങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ കർച്ചീഫ് കൊണ്ട് മുഖമെല്ലാം പൊത്തിയിട്ടാണ് നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടിങ്ങനെ നമ്മുടെ മുഖത്തോട്ട് അടിക്കുന്നത്. അത്ര ഹ്യൂമിഡിറ്റിയാണ്. അത് റോട്ടിൽ വെയിലടിച്ചിട്ട് അതിങ്ങനെ റൂമിലാണല്ലോ. റൂമിൽ ഞാൻ 8:30 ആകുമ്പോഴത്തേക്ക് ഒന്ന് കിടക്കും, കൂടിപ്പോൾ 9. അത് കഴിഞ്ഞ് ഒരു 12 മണി 11:30 ആകുമ്പോൾ 11 കളിക്കുമ്പോൾ ഡെയിലി ആ ടൈം ഞാൻ ചൂടായിട്ട് ഓട്ടോമാറ്റിക് എണീക്കും. എണീറ്റെന്ന് വെള്ളം കുടിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു സുഖമുണ്ട്. റൂമിൽ ഇങ്ങനെ ചൂടായിരിക്കും മൊത്തത്തിൽ. എന്നിട്ട് വന്ന് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയാണ് അന്നേരം. പക്ഷെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങി പോകും. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ആലോചനയില്ല. രാവിലെ എണീക്കും, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഉറങ്ങാനായിട്ട് എന്താ, രാത്രി ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഉറക്കം തോന്നില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ വന്ന് കുറേ സൈനിടുന്നുണ്ടാവും, സൈൻ ചെയ്യും. അങ്ങനെ ഒരു ഫ്ലോയിലൊക്കെ പോകും, അത്രേ ഉള്ളൂ. പിന്നെ ഈ പ്രൊജക്റ്റ് തീരണമെങ്കിൽ ഇത് ഇങ്ങനെ നീണ്ടു പോവുക. ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ കഴിയുമായിരിക്കും, ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 3 മാസം, അറിയില്ല. നോക്കട്ടെ എന്തായാലും. പക്ഷെ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ വിചാരിക്കും ഭ്രാന്ത, പണിയൊന്നും ഇല്ല, വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും സുഖമല്ലേ. അയ്യോ, അത്ര സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ ഇരുന്ന് എന്താ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഒരവസ്ഥ. പ്രത്യേകിച്ച് മിണ്ടാനും ആരുമില്ല. അതാന്ന് തോന്നുന്നു ഞാനിങ്ങനെ വീഡിയോ എടുത്ത് എനിക്ക് സംസാരിക്കാനുള്ളത് ഇങ്ങനെ ഞാൻ തന്നെ സംസാരിക്കുന്നു. അപ്പം എനിക്കൊരു സമാധാനമുണ്ട്. കാരണം മലയാളത്തിലേക്ക് സംസാരിക്കാൻ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാളികളും ഇല്ല, ഹിന്ദിക്കാരും. അവരോടാണ് ഇപ്പം ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറിയാവുന്ന എന്തൊക്കെയോ ഭാഷയ്ക്ക് സംസാരിക്കുന്നു. പിന്നെ വൈകിട്ടല്ല ആരെങ്കിലും വിളിച്ചാലായി, ആരെങ്കിലും വിളിച്ചാൽ തന്നെ എല്ലാവരും വിചാരിക്കും ഇവന് വേറെ പണിയൊന്നുമില്ലേ, അവരൊക്കെ തിരക്കിലായിരിക്കും. ഞാൻ ചുമ്മാ ഇരിക്കുന്നുണ്ട്, ആരെങ്കിലും വിളിക്കും. ജോയിലിനെ അലക്സിനൊക്കെ വിളിക്കുകയാണെങ്കിൽ കിട്ടും. ബാക്കി അങ്ങനെ ആരെയും വിളിച്ചാലും എല്ലാവരും എന്തെങ്കിലും കൊണ്ട് തിരക്കായിരിക്കും. പിന്നെ അവന്മാരാണെങ്കിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ വിളിക്കുന്നു. പിന്നെ രാത്രിയിലായിരിക്കും എല്ലാവരും കൂടുതൽ ആക്റ്റീവായിരിക്കും സമയത്ത്. അറ്റ്ലീസ്റ്റ് ഒരു 9 മണി 10 മണിക്ക് ആ സമയത്ത് ഞാൻ കിടക്കും ചെയ്യും. അന്നേരം പിന്നെ ആരെങ്കിലും രാത്രിയിലാരും വിളിക്കാറില്ല. പൊതുവെ ഈ ഇവിടെ ഓഫീസിൽ ഇരിക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത്. കാരണം അവിടെ ഞാനിപ്പം വർക്ക് കഴിഞ്ഞ് ചെല്ലുന്നു, ഒരു 7 മണിയാകുമ്പോൾ ചെല്ലും, കുളിക്കും, ഫുഡ് കഴിക്കും 8 മണി. പിന്നെ ഫോണൊന്നും നോക്കൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച്. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ ഫോൺ നോക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് ഫോൺ നോക്കാനായിട്ട് എനിക്കൊന്നും ഇല്ല ചെയ്യാൻ. പിന്നെ ഞാൻ 8:30 ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങും. അപ്പം തന്നെ ഉറങ്ങി. പിന്നെ രാവിലെ ഇങ്ങനെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വരുമ്പോഴാണ് കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ആരെങ്കിലും വിളിക്കും. അങ്ങനെയൊക്കെ തട്ടിമുട്ടിയായിട്ട് ഇങ്ങനെ പോകുന്നു. എന്നാൽ പിന്നെ ഓക്കെ, ബൈ ബൈ.